ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ കുത്തിത്തിരിപ്പിൻ്റെ റാണി എന്നറിയപ്പെടുന്ന ബിന്നിയുടെ മുഖമുടി വലിച്ചു കീറുന്ന ഒരു സാഹചര്യം ഇന്ന് ലൈവിലുണ്ടായി. അതായത് ആദിലയോടും നൂറയോടും ബിന്നി ചോദിക്കുകയാണ്, നിങ്ങൾക്കിങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് കിസ് ചെയ്യാനൊക്കെ തോന്നാറില്ലേ, ഇവിടെ അതിനുള്ള സെറ്റപ്പൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദില നൂറയും പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയാൽ ഞങ്ങൾ വല്ല പുതപ്പിനടിയിലും പോയി കിസ് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. ഉടനെ ബിന്നി, അയ്യോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, അങ്ങനെ നിങ്ങൾ പുതപ്പിനടിയിൽ കയറിയാൽ ഉടനെ നമ്മുടെ അനുമോൾ വന്ന് പൊക്കി നോക്കും അവിടെ എന്താണ് നടക്കുന്നതെന്ന് എന്ന് പറയുകയാണ്. ഏറ്റവും വലിയ കോമഡി, ലാലേട്ടന് വരുന്നതിന് തൊട്ട് മുമ്പുള്ള എപ്പിസോഡിൽ ഇതേ ബിന്നി തന്നെയാണ് അനുമോൾ പറഞ്ഞത് കറക്റ്റാണ്, ജിസയിലും ആര്യനും തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് എന്തോ രീതിയിലുള്ള ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് സ്ഥിരീകരിച്ച ഒരാളാണ് ബിന്നി അത് റെനയോട് പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കേസുണ്ട്, അവരെ കണ്ടിട്ട് നോർമൽ ഫ്രണ്ടായിട്ട് തോന്നുന്നില്ല, അതിൻ്റെ അപ്പുറത്തേക്കൊരു ബന്ധം അവർക്കിടയിലുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞത് ബിന്നിയാണ്. എന്നാൽ ലാലേട്ടൻ വന്ന് അവിടെയുള്ള എല്ലാവരെയും വിരട്ടിയപ്പോൾ ബിന്നി ഇപ്പോൾ സ്റ്റാൻഡ് മാറ്റി. അനുമോൾ ചെയ്ത തെറ്റാണ്, അനുമോൾ പറഞ്ഞത് തെറ്റാണ്, അനുമോൾ സദാചാരം കളിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലാക്കി മാറ്റി. യഥാർത്ഥത്തിൽ അനുമോൾ പറഞ്ഞത് ശരിയാണ് എന്ന് സമ്മതിച്ച ഒരാളാണ് ബിന്നി. അത് പബ്ലിക്കായിട്ടല്ല, റെന ഫാത്തിമയോട് ഉള്ള സൗഹൃദ സംഭാഷണത്തിൽ ബിന്നിയെ സമ്മതിക്കുന്നുണ്ട്. അതേ ബിന്നി തന്നെയാണ് ഇന്ന് രാവിലെ ആദിലയോടും നൂറയോടും പറയുന്നത്, നിങ്ങൾ പുതപ്പിനടിയിൽ കയറിയാൽ അവിടെ എത്തി നോക്കാനും അവിടെ സദാചാരം കളിക്കാനും ഒളിഞ്ഞു നോക്കാനും അനുമോൾ എത്തുമെന്ന് പറയുന്നത്. എന്തായാലും ബിന്നി എന്ന് പറയുന്ന നിലപാടില്ലാത്ത അല്ലെങ്കിൽ ഒരു കുത്തിത്തിരിപ്പിൻ്റെ രാജകുമാരിയാണ് എന്ന് വീണ്ടും വീണ്ടും അടിവരയിട്ട് തെളിയിക്കുന്ന സന്ദർഭങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.